പാഞ്ചാല രാജ്യത്തിൻ്റെ ആക്രമണത്തിൽ ഒരു യുദ്ധമുണ്ടെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധമില്ലെന്ന് പറയാനുള്ള കാരണം അതിൽ ഒരു ധർമാനുഷ്ഠാനത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടായിരുന്നു എന്നതാണ്. പിന്നെ ആ രാജ്യം അദ്ദേഹം തൻ്റെ സ്വന്തമായി എടുത്തുമില്ല. അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. യുദ്ധം ചെയ്യാനുള്ള അവസരം അരങ്ങേറ്റത്തിന് ശേഷം കിട്ടിയതിൻ്റെ ഉത്സാഹത്തിൽ കൗരവന്മാരും പാണ്ഡവന്മാരും പാഞ്ചാല രാജ്യത്തേക്ക് കിട്ടിയ തേരുകളിൽ കയറി അങ്ങ് പാഞ്ഞു. അപ്പോൾ ഏറ്റവും മുമ്പിൽ ദുര്യോധനനായിരുന്നു. വലിയ ഉത്സാഹിയാണ്. ഈ ഭൗതികമായ കർമ്മം ചെയ്ത് ജീവിതത്തെ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ആരെ മാതൃകയാക്കണം? ദുര്യോധനനെ മാതൃകയാക്കണം. അങ്ങനെ ഭൗതിക കർമ്മം ചെയ്ത് വലിയ വ്യവസായിയായിട്ടുള്ള ആളുകളും, ഇപ്പോൾ റോക്ക്ഫെല്ലർ, കാർണഗി, ഇവരൊക്കെ ആ തരത്തിൽ പെടുന്നവരാണ്. എണ്ണ കമ്പനിയിലെ ക്ലർക്കായിരുന്നു കാർണഗി. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് അദ്ദേഹം മാറി. ഈ കർമ്മം ചെയ്യാനുള്ള അത്യുത്സാഹമാണ്. കർമ്മം ചെയ്ത് ലോകം പിടിച്ചെടുക്കുന്നതിൻ്റെ ഉദാഹരണമാണ് കാർണഗി. റോക്ക്ഫെല്ലറും അങ്ങനെ തന്നെ. എന്നിട്ട് ആ കർമ്മം ചെയ്ത് കിട്ടിയ ധനത്തിൽ നിന്നൊരു ഭാഗം അവരെന്ത് ചെയ്തു? ലോക സേവനത്തിന് വേണ്ടി നീക്കിവെച്ചു എന്നാണ് ലോകം ഭാവിക്കുന്നതും അവരുടെ ജീവിതകാരന്മാർ പറയുന്നത്. എന്തിനു വേണ്ടി ചെയ്തതാണ്? അവരുടെ യശസ്സിനെ നിത്യമാക്കുകയായിരുന്നു. അങ്ങനെ യശസ്സിനെ നിത്യമാക്കാനുള്ള ഒരു സ്വാർത്ഥത അതിൻ്റെ പിന്നിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് വലിയ ഒരു ധർമാനുഷ്ഠാനം തന്നെയാണ്. അങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആ കർമ്മോത്സാഹത്തോടുകൂടി, ദുര്യോധനൻ ആ കർമ്മോത്സാഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ തേരാണ് ഏറ്റവും മുൻപിൽ പാഞ്ഞത്. അതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ അനുജന്മാർ, അതിൻ്റെ പിന്നാലെ പാണ്ഡവന്മാർ. എന്താണ്? ഈ ധർമ്മപുത്രരുടെ അനുവാദം കിട്ടിയാലേ പാണ്ഡവന്മാർ അനങ്ങും. ധർമ്മപുത്രരുടെ അനുവാദം വളരെ വളരെ സാവധാനത്തിലാണ്, വളരെ പതുക്കെയാണ്, വളരെ ആലോചിച്ചിട്ടാണ് അദ്ദേഹം തേരോടിക്കുന്നത് തന്നെ. എല്ലാ രംഗത്തും ഇത് കാണാം. ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളുടെ പ്രവർത്തന രീതിക്ക് മാതൃക ധർമ്മപുത്രനാണ്. അപ്പോൾ ഒരു ചോദ്യം വരാം. എന്താണ് ആ ചോദ്യം? ഈ ചൂതുകളിയിൽ ഈ ആലോചന കണ്ടില്ലോ, ചൂതുകളിയിലും ആലോചിച്ചതാണ്. പക്ഷേ ഒരിക്കലും ഒരു ക്ഷത്രിയൻ ഒരു വെല്ലുവിളികളെയും നേരിടാതെ വിടരുത്. അങ്ങനെ നേരിടാതെ വിടുന്നത് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് എന്നതുകൊണ്ടാണ് ആ വെല്ലുവിളിയെ അദ്ദേഹം നേരിട്ടത്. അത് നേരിടേണ്ടതായിരുന്നു. അത് നേരിടാതിരുന്നുവെങ്കിൽ അത് നേരിടാതിരുന്നവൻ എന്ന ഭീരുത്വത്തിൻ്റെ പേരിൽ അദ്ദേഹം ശപിക്കപ്പെടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരാൽ പോലും അത് നേരിട്ടത് കൊണ്ടാണ് ആ ഭാഗം നാം കാണാത്തത്. അപ്പോൾ ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. ആലോചിച്ചിട്ട് തോന്നിയത് പ്രവർത്തിക്കുകയല്ല, ആലോചിച്ചിട്ട് ധർമ്മമാണെന്ന് ബോധ്യം വരുന്നത് മാത്രം പ്രവർത്തിക്കുന്നു. അധർമ്മമാണെന്ന് തോന്നിയാൽ അദ്ദേഹം ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ധൗമ്യനോട് ചോദിക്കും, കുലാചാര്യനോട്, അല്ലെങ്കിൽ കൃഷ്ണനോട് ചോദിക്കും, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അപ്പോൾ അദ്ദേഹവും അനുജന്മാരും കൂടി തേരുകളിൽ പിന്നിൽ പോവുകയാണ്. ഇവർ പുറപ്പെടുന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞ, മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നെങ്കിൽ തന്നെയും വിവരം ചാരന്മാർ മുഖേന മുൻകൂട്ടി അറിഞ്ഞ പാഞ്ചാലൻ ഇവർ ചെല്ലുമ്പോൾ ചതുരംഗ സൈന്യത്തോട് സന്നദ്ധനായിട്ട് നിൽക്കുകയാണ്. വാ നോക്കാം അരക്കൈ എന്നുള്ള നിലയിൽ അദ്ദേഹം നിൽക്കുകയാണ്. യുദ്ധത്തിൽ അതീവ സാമർഥ്യമുള്ളവൻ തന്നെയാണ്. ഈ വിദ്യയുടെ കാര്യത്തിലായിരുന്നു അദ്ദേഹം ഇത്തിരി പിന്നിൽ നിന്നിരുന്നത്. ആയോധന ധർമ്മത്തിൽ, ആയോധന നൈപുണ്യത്തിൽ അദ്ദേഹം അന്നത്തെ ഭാരതത്തിലെ ആരിലും പുറകിലായിരുന്നില്ല. ജരാസന്ധനോട് തുല്യനാണ്. ജരാസന്ധന് കടനിൽക്കുന്നയാളാണ്. മഗധവും പാഞ്ചാലവുമായിരുന്നു ഏറ്റവും കൂടുതൽ സൈനിക ശക്തി ഉണ്ടായിരുന്ന രാജ്യം. അപ്പോൾ അദ്ദേഹം ചതുരംഗ സൈന്യത്തോടുകൂടി ഇവരെ നേരിടാൻ സന്നദ്ധനായി നിന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭാവിയിൽ പയറ്റുമായിരുന്ന, അല്ലെങ്കിൽ പയറ്റിയ എല്ലാ ആയോധന വിദ്യകളും ആ യുദ്ധക്കളത്തിൽ ഇവർ പരീക്ഷിക്കുകയാണ്. യുദ്ധത്തിൽ കൗരവന്മാർ തോറ്റു എന്ന് മാത്രമല്ല, നിൽക്കക്കള്ളിയില്ലാതെ പിന്തിരിഞ്ഞോടിയെന്ന് മാത്രമല്ല, ആ യുദ്ധക്കളത്തിൻ്റെ പുറത്തു പോലും അവർ നിന്നില്ല. അവർ ജീവനം കൊണ്ട് ഹസ്തിനാപുരിയിലേക്ക് പാഞ്ഞു. കൗരവർ കൊണ്ടുവന്ന സൈന്യവും. ഇവിടെ 105 പേരായിട്ടല്ല അല്ലേ അവര്, 100ഉം 5ഉം ആയിട്ട് തന്നെയായിരുന്നു പോയത്. അതെ, കാരണം ഈ വിഭജനം ഉണ്ട്. 5 പേര് പിന്നിലാണ്. വിഭജനമുണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെയും. നമ്മുടെ മുന്നണി പോലെയാണ്. ഒറ്റ സർക്കാരാണ്, പക്ഷേ 10-24 മുന്നണികൾ കൂടിച്ചേർന്നതാണ്, അല്ലെങ്കിൽ ആവോളം മുന്നണികൾ കൂടിച്ചേർന്നതാണ്, അല്ലെങ്കിൽ 5-8 മുന്നണിയെങ്കിലും കൂടിച്ചേർന്നതാണ്.
അപ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളുടേതായ ചെറിയ താല്പര്യം വേറെ ഉണ്ടാകും. അതുകൊണ്ട് ഗവൺമെൻറ് എല്ലാ പരിപാടികളിലും അവർ ഉത്സാഹം കാണിക്കില്ല. അതവർ നടത്തട്ടെ എന്ന് വിചാരിക്കും. ഇവിടെ ആ വിചാരം കൊണ്ടല്ല, പിന്നെ എന്താണ്, ഇവരുടെ അത്യുത്സാഹം കണ്ടപ്പോൾ ആ അത്യുത്സാഹം കൊണ്ട് അവർ ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ, ആ കീർത്തി അവർക്ക് ഇരിക്കട്ടെ. അല്ല, അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് ദുഷ്ടതയൊന്നും ഉണ്ടായിരുന്നില്ല പാണ്ഡവന്മാർക്ക്. അല്ലേ, ആചാര്യൻ്റെ ആജ്ഞ പാലിക്കുന്നതിൽ പോലും ധർമ്മപുത്രർക്ക് എന്താണ് ഈ ഒരു ആലോചന? അത് അഭിലഷണീയമായ അഭിലഷണീയമാണ്. ആചാര്യൻ പറഞ്ഞാൽ അനുസരിച്ചോളണമെന്നല്ല വേദങ്ങളുടെ അനുശാസനം. ആചാര്യൻ പറഞ്ഞത് ധർമ്മമാണെങ്കിൽ അനുശാസിച്ചാൽ മതി. അതുകൊണ്ടാണ് ആചാര്യന്മാരെ കൊന്നിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ തന്നെ ആചാര്യനെ കൊല്ലുകയല്ലേ, വരാൻ പോകുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ ആചാര്യന്മാരെയാണ് കൊല്ലുന്നത്. ഇവരിൽ പലരും, കൃപര് പിന്നെ ചിരഞ്ജീവിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ സാധ്യമല്ല, മരണമില്ല അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് പ്രധാന ആചാര്യനെ കൊന്നുകളഞ്ഞില്ല. അത് കൊന്നത് ശിഷ്യൻ തന്നെയാണ്, പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ് ധൃഷ്ടദ്യുമ്നൻ. അപ്പോൾ ആചാര്യനെ കൊല്ലാൻ പാടില്ലെന്നില്ല. ആചാര്യൻ ധർമ്മം പാലിക്കുന്നവനല്ലെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു വിദ്യ അറിയാം പക്ഷെ ധർമ്മിഷ്ഠനല്ല എന്നൊന്നല്ല, അയാളെ കൊല്ലാനാണ് പ്രാചീന ഭാരതം പറയുന്നത്. ഇന്ന് അത് സാധ്യമല്ലെങ്കിലും, ഇന്നത് സാധ്യമാവാനും പാടില്ല. പക്ഷെ അന്നത്തെ രീതി അനുസരിച്ച് ആചാര്യനെ നിഹനിക്കാം. ആചാര്യൻ പറയുന്ന ധർമ്മം അല്ലെങ്കിൽ അതനുസരിക്കേണ്ടതുമില്ല. അല്ല, ദ്രോണരുടെ ധർമ്മബോധത്തെക്കുറിച്ച് ധർമ്മപുത്രർക്ക് തുടക്കം മുതലേ സംശയമുണ്ടായിരുന്നു എന്നാണോ? ഇല്ല, സംശയം ഉണ്ടായിരുന്ന സൂചനയില്ല. എന്നാലും ആലോചിക്കും. കാരണം പെട്ടെന്ന് കയറി അബദ്ധം ചെയ്യരുതല്ലോ, അതുകൊണ്ട് ആലോചിച്ചേ പ്രവർത്തിക്കൂ. അത് വിതുരൻ പറഞ്ഞാലും അദ്ദേഹം ആലോചിച്ചേ പ്രവർത്തിക്കൂ. ഭഗവാൻ പറഞ്ഞാൽ മാത്രമാണ്. എന്താണ് ഭഗവാൻ പറഞ്ഞാൽ ആലോചിക്കാത്തത്? അതീതനാണ്. ധർമാധർമ്മങ്ങൾ ശരിക്ക് കാണാൻ സാധിക്കുന്നയാളാണ്. ഒരു പക്ഷത്തോടും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് താല്പര്യമില്ല. നമുക്ക് അദ്ദേഹത്തിന് പാണ്ഡവരുടെ പക്ഷത്തോട് താല്പര്യമുണ്ടെന്ന് തോന്നുമെങ്കിലും അർജുനന് പ്രിയപ്പെട്ടവനാണെന്ന് പറയുകയും ചെയ്യും. അർജുനന് പ്രിയപ്പെട്ടവനാണെന്ന് പറയുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. അത് പ്രിയമുണ്ട്, അതുകൊണ്ടത് പറയും. പക്ഷേ ആ ഭൗതികമായ പ്രിയത്തിനും അപ്പുറത്താണ് ഭഗവാൻ നിൽക്കുന്നത്. അതായത് ലോക ജീവിതം, മനുഷ്യരുടെ ലൗകിക ജീവിതം അവസാനിക്കുന്നതിൻ്റെ സീമയിൽ നിന്നാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്, ക്ലേശം വരുന്നത്. ഒരു ഗ്രഹണ ക്ലേശം ഭഗവാനെ സംബന്ധിച്ച് ആര് സംസാരിക്കുമ്പോഴും കണ്ടിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നിടത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നു. അതൊരു വലിയ പ്രത്യേകതയല്ലേ. ഇപ്പോൾ വിവാഹം കഴിച്ചപ്പോൾ തന്നെ 8 വിവാഹം കഴിച്ചു നേരിട്ട്. ഇത് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ പറ്റുമോ? എന്നിട്ട് പിന്നെ ഋഷിമാരെല്ലാം അദ്ദേഹത്തെ വാഴ്ത്തിയിരിക്കുന്നതോ അദ്ദേഹം യോഗീശ്വരനാണ് എന്ന് പറഞ്ഞിട്ടാണ് വാഴ്ത്തിയിരിക്കുന്നത്. യോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വികാരങ്ങളൊന്നും ഇല്ലാത്തവനോ, അല്ലെങ്കിൽ ജന്മനാ വികാരമില്ലാത്തവനല്ല, വികാരങ്ങളെല്ലാം നിയന്ത്രിച്ചിട്ട് വികാരങ്ങളില്ലാതെ തീർന്ന സമചിത്തതയുള്ളവൻ, വൈകാരികോ ഉപരതി നേടിയവൻ എന്നാണ് അർത്ഥം. അപ്പോൾ വൈകാരികമായ ഉപരതി, ചിത്തോപരമം സാധിച്ച യോഗീശ്വരനായ ഒരു വ്യക്തി 8 വിവാഹം കഴിക്കുക എന്ന് പറയും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? ഈ പൊരുത്തമില്ലായ്മ മഹാഭാരത പഠനത്തിൽ, മഹാഭാരതം പഠിക്കുന്ന ഒരു സാധാരണ പഠേതാവിന് പ്രതിബന്ധമാണ്. ഈ ഭഗവാൻ പറഞ്ഞാൽ മാത്രം അദ്ദേഹം ആലോചിക്കാതെ അനുസരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ നുണ പറയാൻ പറഞ്ഞപ്പോൾ മാത്രം അനുസരിച്ചില്ല. അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുക. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞാൽ അവിടെ വരുമ്പോൾ ആ പ്രസക്തി അനുസരിച്ച് ചർച്ച ചെയ്യാൻ വയ്യാതെ വരും. ഈ കൃഷ്ണൻ്റെ ഈ ദ്വന്ദ്വാതീത അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ യുദ്ധസമയത്ത് ഈ ദിവ്യചക്ഷുസ് അർജുനന് കൊടുത്തു എന്ന് പറയുന്നതിലെ ഉദ്ദേശം. അല്ലെങ്കിൽ നമുക്ക് ദിവ്യം ദദാമി ചക്ഷു എന്ന് ഭഗവത്ഗീത പറയുന്നത് ഈ വിശ്വരൂപത്തിൻ്റെ ദർശനം ഗ്രഹിക്കാനാണ്. അത് ആ സമയത്തേക്ക് മാത്രമുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ അത് പോവുകയും ചെയ്തു. അല്ല, ഞാൻ ചോദിച്ചത് കൃഷ്ണനെ സാധാരണ ഒരു വ്യക്തിയെ ഗ്രഹിക്കുന്നത് പോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിനും അതിനൊക്കെ അപ്രാപ്യനാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണനെ മനസ്സിലാക്കണമെങ്കിൽ ഈ ദിവ്യചക്ഷുസിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്നായിരിക്കില്ലേ? അത്രേ സാധിക്കുള്ളൂ. ഈ ഒരു നേരത്തെ പറഞ്ഞ 8 വിവാഹം കഴിച്ചു, പരിമിതികള്, മനുഷ്യന്റെ ബുദ്ധിയുടെ പരിമിതികൾ, അത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളതാണ്. അനുഭവം വന്നാലേ അത് വിശ്വസിക്കുള്ളൂ. അനുഭവം വന്ന ചില ആളുകൾ പോലും അത് പുറത്തു പറയില്ല. അത് പറഞ്ഞാൽ ഞാൻ പുരോഗമനവാദിയല്ല എന്ന് ജനങ്ങൾ ധരിച്ചാലോ എന്ന് സംശയിച്ചിട്ട് അത് പറയാതിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവനിഷേധത്തിൻ്റെ പിന്നിൽ പലപ്പോഴും എന്തുണ്ടാകും? ഒരു പുരോഗമനവാദിയാണ് എന്ന് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു വാസനയും
അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഭഗവാനെ കാണണമെങ്കിൽ ദിവ്യമായ ചക്ഷുസ് വേണം. ഈ ദിവ്യമായ ചക്ഷുസ് എന്ന് പറയുന്നത് മനുഷ്യന് സിദ്ധിക്കാത്ത ഒന്നല്ല. അതിൻ്റെ മനുഷ്യന് ഉന്നതമായ കാര്യം, ഇപ്പോൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ദിവ്യ ചക്ഷസ് ഉണ്ടായിരുന്ന ആളായിരുന്നു ഐൻസ്റ്റീൻ എന്ന് പറയുമ്പോൾ കാര്യം വ്യക്തമാവും. സ്റ്റീഫൻ ഹോക്കിങ്ങിന് ശാസ്ത്രത്തെ സംബന്ധിച്ച ദിവ്യ ചക്ഷസ് ഉണ്ടായിരുന്നു. കെപ്ലർക്ക് ശാസ്ത്രത്തെ സംബന്ധിച്ച ദിവ്യ ചക്ഷസ് ഉണ്ടായിരുന്നു. പ്രപഞ്ച പഠനത്തിൽ അദ്ദേഹം ഒരു ദിവ്യ ചക്ഷുസായിരുന്നു. അതാണ് ഈ അന്തർജ്ഞാനം, ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് അത്രയും വരാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഓസ്ട്രോഫിസിക്സിൽ ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് നീൽ ബോറിൻ്റെ അത്ര ഉയരാൻ ഒക്കുകയില്ല, ഷ്രൂഡിംഗറുടെ അത്രയും ഉയരാൻ ഒക്കുകയില്ല. കാരണം അവർക്കൊക്കെയും ശാസ്ത്രത്തിൻ്റെ ദിവ്യ ചക്ഷുസ് കിട്ടിയവരായിരുന്നു. എന്ന് വെച്ചാൽ അതീതമായ ഒരു ബുദ്ധിശക്തിയും ഗവേഷണത്തിനുള്ള പാഠവും അവർക്ക് ജന്മസിദ്ധമായിരുന്നു. അത് മറ്റുള്ളവർക്ക് കേവലമായിട്ട് ശാസ്ത്രം പഠിക്കുന്നവർക്ക് സമാർജിക്കാൻ സാധിക്കുന്ന ഒരു ആർജിത ശ്രേഷ്ഠതയല്ലത്, ഒരു അനാർജിത സിദ്ധമായ ശ്രേഷ്ഠത വലിയ ശാസ്ത്രജ്ഞന്മാർക്ക് അവരുടെ ശാസ്ത്രത്തിൻ്റെ മികവിൽ ഉണ്ടായിരുന്നു. അതേ നമുക്ക് മഹാഭാരതത്തിലെ വർണ്ണനയുടെ ആഖ്യാനത്തിൻ്റെ തന്ത്രമനുസരിച്ച് എന്ത് പറയാം? ദിവ്യ ചക്ഷുസ് എന്ന് പറയാം. ഇപ്പോൾ ഐൻസ്റ്റൈനെ പോലെ ഒരു ശാസ്ത്രജ്ഞനെ വ്യാസൻ മഹാഭാരതത്തിൽ അവതരിപ്പിച്ചാൽ, അല്ലെങ്കിൽ പുരാണങ്ങളിൽ അവതരിപ്പിച്ചാൽ എന്തായിരിക്കും പറയുക? ഐൻസ്റ്റൈൻ ദിവ്യ ചക്ഷുസ്സുള്ള ആളായിരുന്നു എന്നാണ്. അല്ലാതെ അത് അന്ധവിശ്വാസപരമായ ഒരു വിശ്വാസമല്ല. ഒരു പ്രത്യേകതയെ, ഒരു സവിശേഷതയെ, ഒരു അതീത ബുദ്ധിശക്തിയെ, ശാസ്ത്രത്തിൻ്റെ എല്ലാ വശങ്ങളെയും കവർന്നെടുക്കാനുള്ള ഒരു ബുദ്ധിശക്തിയെ അലങ്കാരത്തിൻ്റെ ഭാഷയിൽ, വേറൊരു വാക്ക് പറഞ്ഞാൽ മെറ്റോണിമിയുടെ ഭാഷയിൽ, അല്ലെങ്കിൽ മെറ്റഫറിൻ്റെ ഭാഷയിൽ, മെറ്റഫോറിക് ലാംഗ്വേജിൽ, അതിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ലിംഗ്വിസ്റ്റിക് ക്രിറ്റിസിസത്തിൽ മെറ്റാ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതിനെ തന്നെയാണ്. ഒരു മെറ്റാ ലാംഗ്വേജ് കൊണ്ട് അവതരിപ്പിക്കുക. അപ്പോൾ ദിവ്യ ചക്ഷുസ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഭാഷയാണ്. അതിന് ശാരീരികമായ ഒരു അർത്ഥമില്ല. ശാരീരികമായ അർത്ഥമേ ഇല്ല അതിന്. കാരണം ഈ വിശ്വരൂപം എന്ന് പറയുമ്പോൾ ഈ ദിവ്യ സൂര്യ സഹസ്രാണം എന്നൊക്കെ പറയുന്ന ഒരു ശാരീരികമായ അർത്ഥങ്ങളേ ഇല്ല. ഇതൊന്നും സാധാരണഗതിയിൽ കൃഷ്ണനിൽ നമ്മൾ കാണുന്നുമില്ല. കൃഷ്ണ എന്നല്ലേ അർജുൻ വിളിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിളിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരാളാണ് എന്ന് ധരിച്ചാൽ അതൊരു ശാരീരികമായ സിദ്ധിയാണെങ്കിൽ അങ്ങനെ അത് ആവശ്യമുള്ള സമയത്ത് വരുന്ന സാധനമാണ്. അല്ലാത്തപ്പോൾ സാധാരണമാണ്. അചാപഹാസാർത്ഥമസത്കൃതോസി വിഹാര ശയ്യാസന ഭോജനേഷു ഏകോധവാപ്യച്യുത തത്സമക്ഷം തച്ഛാമയേ ത്വാമഹമപ്രമേയം എന്ന് തോന്നുന്നത് ഈ വിശ്വരൂപം കാണിക്കുന്ന സമയത്താണ്. അതിനൊന്നും തോന്നുന്നില്ല. തച്ഛാമയേ, അങ്ങയുടെ കൂടെ ഇരുന്ന് ഞാൻ കളിവർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ കൂടെ ഉണ്ടിട്ടുണ്ട്, അങ്ങയുടെ ആസനത്തിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, അങ്ങയോടൊപ്പം ഇരുന്നിട്ടുണ്ട്. ഇതൊക്കെ തെറ്റായിരുന്നു. തച്ഛാമയേ ത്വാമഹമപ്രമേയം. അതെല്ലാം ക്ഷമിക്കണം. കാരണം ആർക്കും അളക്കാൻ വയ്യാത്ത അതീതമായ വൈഭവത്തോടു കൂടി ആളാണങ്ങ് എന്ന് ഞാൻ അറിയുന്നു. ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി എന്നൊക്കെ വിളിച്ചു പോയിട്ടുണ്ട്. കൃഷ്ണാന്ന് വിളിച്ചിട്ടുണ്ട്, വംശപ്പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അജാനതാമഹിമാനം തവേദം. ഇതൊക്കെ അങ്ങയുടെ ഈ മഹാത്മാവ് ഈ പ്രപഞ്ചത്തിനെല്ലാം, ധർമാധർമ്മങ്ങൾക്കെല്ലാം, പരിമിതികൾക്കെല്ലാം അതീതനായി നിൽക്കാനുള്ള അങ്ങയുടെ ബുദ്ധിശക്തി, ധൈഷണിക വൈഭവം, പ്രജ്ഞാ വൈഭവം, മേധാപരമായ ഔന്നത്യം എനിക്ക് അറിഞ്ഞുകൂടാതിരുന്ന സമയത്ത് തോന്നിപ്പോയതാണതെല്ലാം. അജാനതാമഹിമാനം തവേദം എന്ന് പറയും. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം. അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരം ഒരു ദണ്ഡം പോലെ ആക്കിയിട്ട് അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു. ഇത് പിന്നെയും മറന്നുപോകും. അപ്പോൾ മാത്രമേ താൽക്കാലികമായിട്ട് മാത്രമേ ആ അദ്ദേഹത്തിൻ്റെ ദിവ്യതയെക്കുറിച്ചുള്ള, അസാധാരണത്വത്തെക്കുറിച്ചുള്ള ബോധം അർജുനന് നിൽക്കുന്നുള്ളൂ. അങ്ങനെയാണ് സാധാരണ ജീവിതത്തിൽ. ഇപ്പോൾ നമ്മളുടെ കൂടെ ഒപ്പമിരുന്ന് സംസാരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ അനന്തമായ ഗ്രാഹ്യമുള്ള ആളുകളെ സംബന്ധിച്ച് അവരത് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അല്ലേ, വിശ്വരൂപ ദർശനം ഒരു ശാരീരിക അനുഭവമല്ല എന്നാണ് പറയുന്നത്. വിശ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകങ്ങളുടെ മുഴുവൻ രൂപമാണ്. ലോകങ്ങളുടെ മുഴുവൻ രൂപം കാണിച്ചു കൊടുക്കുകയാണ്. ലോകങ്ങളുടെ മുഴുവൻ രൂപത്തിൻ്റെ മുമ്പിൽ
നിൻ്റെ നീ ഇപ്പോൾ അഹിംസ എന്ന് വിചാരിക്കുന്ന സംഗതി ഉണ്ടല്ലോ, അതിന് യാതൊരു അർത്ഥവുമില്ല, അത് അഹിംസയുമല്ല. ഈ നക്ഷത്രജാലങ്ങളും മറ്റ് എല്ലാ തരത്തിലുള്ള മനുഷ്യവർഗങ്ങളും എല്ലാ തരത്തിലുള്ള സസ്യവർഗങ്ങളും എല്ലാ തരത്തിലുള്ള ജന്തുവർഗങ്ങളും എല്ലാം ഈ വിശ്വം എന്ന് പറയുന്ന മഹാവ്യാപ്തമായ അനന്തവ്യാപ്തമായ ലോകങ്ങളുടെ മേൽ വർത്തിക്കുന്ന സർവ്വലോകങ്ങളും ആകാശങ്ങളായ ആകാശങ്ങളുടെ എല്ലാം മേൽ വർത്തിക്കുന്ന സർവ്വ ആകാശങ്ങളും ബ്രഹ്മാണ്ടങ്ങളുടെ എല്ലാം മേൽ വർത്തിക്കുന്ന സർവ്വ ബ്രഹ്മാണ്ടങ്ങളും വെളിച്ചങ്ങളുടെ എല്ലാം മേൽ വർത്തിക്കുന്ന സർവ്വ വെളിച്ചങ്ങളും അന്ധകാരങ്ങളുടെ എല്ലാം കീഴേ വർത്തിക്കുന്ന സർവ്വ അന്ധകാരങ്ങളും പ്രപഞ്ചത്തിലെ ഗർത്തങ്ങളുടെ എല്ലാം താഴെ വർത്തിക്കുന്ന മഹാഗർത്തങ്ങളും എല്ലാം പ്രപഞ്ചമാകുന്ന ഞാനാണ് എന്ന് പറയുന്നത് ഒരു വലിയ ദർശനമാണ്. അതൊരു വ്യക്തിയല്ല, അതൊരു മഹാസങ്കല്പമാണ്. അത് ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, അദ്ദേഹത്തിൻ്റെ അറിവാണ് കാണിച്ചു കൊടുക്കുന്നത്. അല്ല, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ശാരീരികമായ രൂപങ്ങളല്ല. കഥയുടെ ഭംഗിക്ക് വേണ്ടി, അലങ്കാരത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി, ഇമേജുകളുടെ ഭംഗിക്ക് വേണ്ടി, ഈ പ്രതീകങ്ങളുടെ സൗന്ദര്യാത്മകതയ്ക്ക് വേണ്ടി അത് അങ്ങനെയും കൂടി വർണ്ണിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരാളുണ്ടെന്ന് നമ്മൾ അർത്ഥം ധരിക്കുന്നത്, അങ്ങനെ ഒരാളുണ്ടെന്നും കഥയുടെ സാങ്കത്യം അനുസരിച്ച് അർത്ഥം ധരിക്കാമെന്നേ ഉള്ളൂ. അങ്ങനെയും ധരിക്കാം. അതും ഒരു സുഖമുള്ള ധാരണയാണ്, അതും ഒരു ആനന്ദപൂർണ്ണമായ ധാരണയാണ്. ആ ധാരണയ്ക്കും ഒരു യുക്തിയുണ്ട് എന്നേ ഉള്ളൂ. അകലെ കിടക്കുന്ന പ്രപഞ്ചങ്ങളെല്ലാം അടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കുക. ഏതുപോലെയാണ് ഭൂമിയുടെ ഗോളമുണ്ടല്ലോ, ചില മേശപ്പുറത്തൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, സ്കൂളുകളിലേക്ക് ഉണ്ടാകും മാഞ്ഞ് അതിലെ രേഖകളൊന്നും, കാക്ഷാംശ രേഖകളൊന്നും അതിനകത്ത് കാണില്ല, എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. പണ്ട് പട്ടപോയ കാലത്ത് ഏതോ ഒരു ഹെഡുമാഷ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണത്. പിന്നെ അതിനൊന്നും പണം കൊടുക്കില്ല വാങ്ങിക്കാൻ, ഇന്ന് വാങ്ങി പോയാൽ പഴയ കണക്ക് നോക്കുക. അവിടെ ഒരെണ്ണം ഉണ്ടല്ലോ എന്ന് പറയും, DO ഓഫീസ്, AE ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിദ്യാഭ്യാസ വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന ചില ഓഫീസുകളുണ്ട്. അവിടെ മേലാവായിട്ടിരിക്കുന്നത് ഒരു അധ്യാപകൻ തന്നെയാണ്. ഈ അധ്യാപനെ അവിടുത്തെ ക്ലർക്കന്മാരെല്ലാവരും കൂടി വിഴുങ്ങിക്കളയും, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് DO ഓഫീസിലും AE ഓഫീസിലും ഒക്കെ സംഭവിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞാൽ DO, ആ ഒരു അത്ഭുത ചിഹ്നമായിട്ടാണ് അത് വരുന്നത്. EO എന്നുള്ളതും പെട്ടെന്ന് പറയുമ്പോൾ EO, ആ ഒരു അത്ഭുത ചിഹ്നമായിട്ടാണ്, വിദ്യാഭ്യാസത്തിലെ അത്ഭുത ചിഹ്നങ്ങളായിട്ടാണ് ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിൽക്കുന്ന വ്യക്തികളെല്ലാം ഉദ്ദേശിക്കുന്നത്. അത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല പലയിടത്തും. അപ്പോൾ ആ ഗോളം വെച്ച് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ എന്ത് കാണാനാണ് ഉദ്ദേശിക്കുന്നത് അധ്യാപകന് സയൻസ് അറിയാമെങ്കിൽ സയൻസ് അറിയാവുന്ന അധ്യാപകർ കുറവാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവൻ ഭൂമിയെ സങ്കല്പിച്ചോളണം. ആ ഭൂമിയെ സങ്കല്പിച്ചിട്ട് ആ ഭൂമിയുടെ ഓരോ സ്ഥലത്തും ഈ സൗരയൂഥത്തിൻ്റെ സ്ഥിതിയുടെ സവിശേഷത കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുമുള്ള സവിശേഷതകളും മേഖല തിരിച്ച് പഠിപ്പിക്കാൻ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ ഈ ഗ്ലോബായിട്ട് പ്രവർത്തിക്കുക, ഈ അനന്തവ്യാപ്തമായി അചിന്ത വിസ്തൃതിയായി കിടക്കുന്ന മഹാപ്രപഞ്ചങ്ങളുടെ അസ്യ ബ്രഹ്മാണ്ടസ്യ സമന്തത ഏതാദൃശാൻ അനന്ത കോടി ബ്രഹ്മാണ്ടാനി ജ്വലന്തി എന്ന് പറയുന്ന മഹാനാരായണ ഉപനിഷത്തിലെ സംക്ഷിപ്തമായ മന്ത്രത്തിൻ്റെ അത്യന്തം വിസ്തൃതമായ രൂപത്തെ കാണിച്ചു കൊടുക്കുക. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അതിനെല്ലാം പ്രതീകങ്ങൾ സൃഷ്ടിച്ച് അതിനെ കാവ്യാത്മകമാക്കുകയാണ് ആര് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആധുനിക വാന നിരീക്ഷണ ശാസ്ത്രത്തെ കാവ്യമായിട്ട് ആവിഷ്കരിക്കുകയാണ്. ശാസ്ത്രത്തെ കാവ്യമാക്കുകയാണ്. ശാസ്ത്രവും കാവ്യവും അതിൽ പ്രയോഗിച്ചിരിക്കുന്ന പ്രതിബിംബങ്ങളുടെ അനേകാർത്ഥധ്വനി സമർത്ഥത കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? സല്ലയിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. കാവ്യം എന്ന് പറയുന്നത് വേറൊരു കലയല്ല, ശാസ്ത്രം എന്ന് പറയുന്നത് വേറൊരു കലയല്ല. കാവ്യവും ശാസ്ത്രവും ഒന്നാണെന്ന് സ്ഥാപിക്കുകയാണ് വ്യാസനോടെ. അങ്ങനെ കാവ്യശാസ്ത്രങ്ങളുടെ അസാധാരണമായ സമന്വയം അവിടെ കവി സാധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കല കൊണ്ട് സാധിക്കേണ്ടുന്ന അത്യത്ഭുതകരമായ ഒരു കൃത്യവും വ്യാസൻ അവിടെ നിർവഹിച്ചിട്ടുണ്ട്. ഇത് ലോകത്തിലെ മറ്റൊരു കാവ്യങ്ങളിലും കാണില്ല, ലോകത്തിലെ മറ്റൊരു നോവലുകളിലും കാണില്ല. ഈ ശാസ്ത്രത്തിൻ്റെയും കലയുടെയും സമന്വയം. ശാസ്ത്രകലകൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ വിജ്ഞാന ശാഖകളല്ല എന്ന് വേദത്തിലും പറഞ്ഞിട്ടില്ല. അത് വ്യാസൻ ഇവിടെ സാധിക്കുകയും ചെയ്തു. അപ്പോൾ വാനനിരീക്ഷണ ശാസ്ത്രത്തെ എന്താക്കി കാണിച്ചു? കഥയാക്കിയും പ്രതീകങ്ങളാക്കിയും അലങ്കാരങ്ങളാക്കിയും കാവ്യബിംബങ്ങളാക്കിയും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അകലക്കടന്ന പ്രപഞ്ചങ്ങളെല്ലാം ഭഗവാന്റെ ശരീരത്തിൽ കൊണ്ടുവന്ന് വെച്ച് കാണിച്ചു. ഭഗവാന്റെ ശരീരത്തിൽ അതവിടെ ഇല്ല, പിന്നെയും ഉണ്ടായിരുന്നില്ല.
അത് ഭഗവാൻ തന്നെ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാക്കി കാണിക്കണം. എന്താണ്? ഭഗവാൻ ഈ പ്രപഞ്ചം തന്നെ ആകുന്നു അഭേദം, അദ്വൈത ദർശനം എന്താക്കി കാണിച്ചു കൊടുത്തു? പല പല അവയവങ്ങളാക്കി കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് മനുഷ്യരല്ലാത്ത ജീവികളെക്കുറിച്ച് മനുഷ്യന് അനുഭവങ്ങളുണ്ട്. തെറ്റായ അനുഭവങ്ങളായിരിക്കാം, പക്ഷെ ഉണ്ട്. രാത്രിയിൽ വാഴയിൽ അയ്യോ ഓട്ടയൊക്കെ കയറി, ഞാൻ ചെകുത്താനെ കണ്ടേ, ഭൂതത്തിനെ കണ്ടേ, ഒന്നും കണ്ടില്ല, വെറുതെ പേടിച്ചതാണ്. ഈ പേടി എവിടെ ഇരിക്കുന്നതാണ്? പേടി നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഒരു സാധനമാണ്. എങ്ങനെയാണ് ഈ പേടി വരുന്നത്? രണ്ടാമതൊരാളുണ്ട് എന്ന സങ്കല്പത്തിൽ നിന്നാണ് പേടി വരുന്നത്. അപ്പോൾ അദ്വൈത ഭാവനയിൽ എന്തില്ല? അദ്വൈത ഭാവനയിൽ പേടിയില്ല. അതാണ് അഭയം വൈ ബ്രഹ്മ എന്ന് പറയാനുള്ള കാരണം. പേടിയേ ഇല്ല. രണ്ട് എന്നൊന്ന് വരുമ്പോഴാണ് പേടിയുണ്ട്. അയാളെയും ശ്രദ്ധിക്കണമല്ലോ എന്ന് വരുമ്പോഴാണ്. അതുകൊണ്ട് അദ്വൈതികൾക്ക്, അദ്വൈതത്തെ സാക്ഷാത്കരിച്ചവർക്ക്, അങ്ങനെ സാക്ഷാത്കരിച്ചിട്ട് ആ സാക്ഷാത്കാര ഭാവനയോടുകൂടി തന്നെ ജീവിക്കുന്നവർക്ക് എന്തില്ല? പേടിയില്ല. പേടിയില്ലാത്ത അവസ്ഥയാണ് ബ്രാഹ്മി സ്ഥിതി. അതുകൊണ്ടാണ് അതിന് അഭയം എന്ന് പേരിട്ടത്. അതിലേക്ക് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, അതിലേക്ക് സഹായിക്കുന്ന ഒരു പാഞ്ചഭൗതിക ദ്രവ്യമാണ് കടുക്ക. അതുകൊണ്ടാണ് കടുക്കയ്ക്ക് അഭയം എന്ന് പേരിട്ടത്, അഭയാരിഷ്ടം. അപ്പോൾ നാം എത്തി നിൽക്കുന്നത് ദ്രോണരുടെ പാഞ്ചാല രാജ്യ ആക്രമണത്തിൽ അദ്ദേഹത്തിന് സവിശേഷമായ ഒരു വ്യക്തി താല്പര്യമുണ്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അങ്ങനെ ഒരു വ്യക്തി താല്പര്യം ഉണ്ടായിരുന്നതായി ദ്രോണർക്ക് തോന്നിയിട്ടില്ല. നമുക്ക് തോന്നാം, നമുക്ക് തോന്നുന്നതിൽ തെറ്റുമില്ല. ദ്രോണർ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചില്ല. ഇദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിച്ച് വിടണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. ഇപ്പോൾ കുട്ടികൾ ചെവിക്ക് പിടിച്ചാൽ പിടുത്തം നല്ലപോലെ പിടിച്ചുവെങ്കിൽ അവൻ ചിലപ്പോൾ ആ ഒരു ദിവസം മുഴുവനും വേദന വന്നുന്നിരിക്കും, ചിലപ്പോൾ നീരും വന്നുന്നിരിക്കും, ചിലപ്പോൾ മരുന്നും ഉപയോഗിക്കേണ്ടി വന്നുന്നിരിക്കും. പക്ഷേ അവന് നോവണമെന്നോ അവനെ ഉപദ്രവിക്കണമെന്നോ ആ ചെവിക്ക് പിടിച്ച അവൻ്റെ ഉറ്റ ബന്ധു ഉള്ളിൽ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ പ്രവൃത്തിയിൽ സംഭവിച്ചു. അപ്പോൾ ഉള്ളിൽ എന്ത് ആഗ്രഹിച്ചു എന്നാണ് നാം നോക്കേണ്ടത്. ഇപ്പോൾ ശസ്ത്രക്രിയ പോലെയുള്ളൂ. ഡോക്ടർക്ക് ഈ രോഗിക്ക് വേദന വരണമെന്ന് ആഗ്രഹമേ ഇല്ല. എല്ലാ നല്ല ഡോക്ടർമാരും എന്താണ് ചെയ്യുന്നത്? ഒട്ടും വേദനയില്ലാതെ, അതിനാണ് അവർ മധുരമായ വാക്കുകളൊക്കെ പറയുന്നത്. ഇതൊന്നും വേദനിക്കില്ല. ഇങ്ങനെ ചില പ്രത്യേക വാക്കുകളൊക്കെ പറയും. പെയിനല്ല ഇത്, വേദനയല്ല. പിന്നെ എന്താണ് നോവുന്നത്? പിന്നെ എന്താണ്? അതൊരു സെൻസേഷനാണ്, നോവലാണേ. പക്ഷേ ഇവൻ പേടിക്കാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ രണ്ട് വാക്കുകൾ പറയുന്നത്. രണ്ട് വാക്കുകൾക്ക് വേറെ അർത്ഥം തന്നെയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ മെഡിക്കൽ ഡിക്ഷണറിയിൽ അതിന് വേറെ അർത്ഥമാണെന്നാണ് ഡോക്ടർമാർ അവകാശപ്പെടുന്നത്. എന്തിനാണ് അവരങ്ങനെ അവകാശപ്പെടുന്നത്? വേദന അല്ല ഇല്ലേ എന്നൊരു ആശ്വാസം കിട്ടും. കുത്തി കീറുകയാണേ, അപ്പോഴാണ് പറയുന്നത് വേദനയല്ലാന്ന്. പല്ല് പറിച്ചെടുക്കുമ്പോഴാണ് ഇത് വേദനയൊന്നുമല്ല. ഇത് വിദ്യാഭ്യാസമുള്ള ഒരാൾ പറയും ഇത് പെയിനല്ല സാറേ. പിന്നെന്താണിത്? നമ്മൾ ദേഷ്യം കയറിയിരിക്കുക, നമ്മുടെ വല്ലാണ്ട് പിടിച്ച് പറിക്കുന്നത്. ഇത് വെറുതെ ഒരു സെൻസേഷനാണ്. അനങ്ങാതിരുന്ന വേദന കുറയും, അനങ്ങുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ നമുക്കൊരു ആശ്വാസമായി. ഇത് വേദനയല്ല ഇല്ലേ, സെൻസേഷൻ എന്ന് പറയും. അതുപോലെയാണ് ഇത്. ഒരു യുദ്ധമല്ല, പക്ഷേ യുദ്ധം നടക്കുന്നു. അത് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ അത് തന്നെ നിധ്യാസം ചെയ്തിരിക്കണം. ഒരു കഥയിൽ നാം സാൽമീഭവിക്കുന്നത് എമ്പതി എന്ന നിരൂപണത്തിലൊരു വാക്കുണ്ട് മോഡേൺ ആർട്ടിൽ. എമ്പതി എന്ന് പറഞ്ഞാൽ നാം ആ കലാസൃഷ്ടിയായി തീരലാണ്. നാം ഒരു കഥ വായിക്കുമ്പോൾ നാം ആ കഥാപാത്രമായി തീരണം. അതിന് കഥാപാത്രമായി തന്മയീഭാവം വേണം, തന്മയീഭവനം വേണം, താതാത്മ്യം വേണം, അഭേദ്യമായ ബന്ധം വേണം. അപ്പോൾ നമുക്ക് ആ കഥാപാത്രമായി മാറാൻ സാധിക്കും. ഈ ഇപ്പോൾ ശകുന്തള വായിക്കുമ്പോൾ നാം ദുഷ്യന്തൻ സംസാരിക്കുന്ന സമയത്ത് ആരാവണം? നാം ദുഷ്യന്തനാവണം. ശകുന്തള സംസാരിക്കുന്ന സമയത്ത് നാം ശകുന്തള തന്നെ ആവണം. ഇതിന് രണ്ടിനുമുള്ള വാസന ഒരു വ്യക്തിയിൽ സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട്. അതിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും പുരുഷനിലുണ്ട്. അപ്പോൾ ഇത് രണ്ടും പുരുഷന് സാധ്യമാണ്. ഇത് സാധ്യമാകണം. ഇത് സാധ്യമായാലേ പൂർണ്ണമായ ആസ്വാദനം സാധിക്കും. അപ്പോൾ അപൂർണ ആസ്വാദ്യന്മാരായ ആളുകളാണ് ഇതിനെ സംബന്ധിച്ചെല്ലാം വലിയ തർക്കങ്ങൾ ഉന്നയിക്കുന്നത്. തർക്കങ്ങൾ ഉന്നയിക്കും. അങ്ങനെ ഉന്നയിക്കുന്നതിൽ തെറ്റു പറയാനും സാധ്യമല്ല. അത് താതാത്മ്യം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നാം ദ്രോണർ എന്ന് പറയുന്ന ആചാര്യനിൽ താതാത്മ്യം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിൽ ഈ സൗഹൃദത്തെ ലംഘിച്ചതിൻ്റെ പ്രതികാരബുദ്ധി അല്ല. പ്രതികാരബുദ്ധി ഉണ്ടെന്ന് തോന്നുമെങ്കിലും പിന്നെന്താണ്? ഇതൊരു മാതൃകയായി ഇദ്ദേഹത്തിലേക്ക് സൗഹൃദത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് രാജ്യം പിടിച്ചെടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, യുദ്ധത്തിൻ്റെ സംഭവങ്ങൾ നമുക്ക് പ്രതിപാദിക്കാം. യുദ്ധത്തിൽ കൗരവന്മാർ പൂർണ്ണമായും തോറ്റോടി. ഈ കൂട്ടത്തിൽ ആരും കൂടി ഉണ്ടായിരുന്നു? കൗരവരുടെ കൂട്ടത്തിൽ കർണനും ഉണ്ടായിരുന്നു. ഇഷ്ടനും തോറ്റോടി. അപ്പോൾ ഒരു കാര്യം ഇവിടെ ബോധ്യപ്പെടുത്തി, ഒരു പ്രശ്നമുണ്ടായാൽ, യുദ്ധമുണ്ടായാൽ, യുദ്ധത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നില്ല? കൗരവന്മാർ ജയിക്കാൻ പോകുന്നില്ല എന്ന് ഒരു മുൻ സൂചന കൂടി വ്യാസൻ ഈ പാഞ്ചാല യുദ്ധത്തിൽ, കുരുക്കളുടെയും പാണ്ഡവന്മാരുടെയും ആയിട്ട് നടന്ന ഈ പാഞ്ചാല യുദ്ധത്തിൽ മുന്നേ കൂട്ടി പ്രത്യക്ഷപ്പെടുത്തി. അങ്ങനെ ഒരു നാടകീയത അദ്ദേഹം അവിടെ ചിത്രീകരിച്ചു വച്ചു.